ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ യുദ്ധം, ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമെന്ന് ലോകം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ആക്രമണം നടന്നിരിക്കുന്നു. മരണസംഖ്യ 58 ഉയരുന്നു. ഉക്രൈൻ്റെ സെൻട്രൽ ഉക്രൈനിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പോൾട്ടോവോ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആശുപത്രികൾക്കും അടക്കം ഈ ആക്രമണത്തിൽ വലിയ രീതിയിൽ ഉള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പലരും കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരം. 180-ലധികം പേർ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്നെയാണ് ഈ വിവരം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇതിൻ്റെ വിഷ്വൽസ് സഹിതം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു ആക്രമണം ഇതാദ്യമായിട്ടാണ് എന്ന് തന്നെ സെലൻസ്കി പറയുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കെട്ടിടം പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്നു. സെലൻസ്കിയുടെ ഈ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ വിഷ്വൽസ് സഹിതം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ നാശനഷ്ടങ്ങളോ മരണസംഖ്യയോ തിട്ടപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും ശക്തമായ ഒരു ആക്രമണ പരമ്പര തന്നെയാണ് റഷ്യ ഉക്രൈൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിലേറെയായി നടത്തി വരുന്നത്. അതിൻ്റെ മറ്റൊരു മുഖമായി തന്നെ ഇതിനെ കരുതേണ്ടി വരും. കാരണം യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴേക്കും യുദ്ധത്തിൻ്റെ ഗതി മാറുന്നു, രൂപം മാറുന്നു, ഭാവം മാറുന്നു. റഷ്യയുടെ കനത്ത ആക്രമണം റഷ്യൻ മണ്ണിലേക്ക് ഉക്രൈൻ കടന്നു കയറിയിരുന്നു. റഷ്യയ്ക്ക് സാരമായി തന്നെ ഭീഷണിയായി തന്നെ ഉക്രൈൻ്റെ പല ഡ്രോണുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ വിക്ഷേപിച്ചിരുന്നു. അതിനൊക്കെ ഒരു വലിയ തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പോൾട്ടാവ മേഖലയിൽ കനത്ത രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.